ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചന്റെ വീട്ടിൽ കർണാടക മദ്യവും തോട്ടകളും കൊണ്ടുവച്ച കേസിൽ പ്രതി പിടിയിലായി. കോൺഗ്രസ് നേതാവായിരുന്ന അനീഷ് മാമ്പിള്ളിയാണ് കസ്റ്റഡിയിലായത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച, കോൺഗ്രസിനെ പിടിച്ചുലച്ച സംഭവ പരമ്പരകളുടെ ഒടുക്കമാണ് ഈ നേതാവ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്, കസ്റ്റഡിയിലാകുന്നത്. ഇദ്ദേഹം ഒളിവിലായിരുന്നു. എവിടെ നിന്നാണ് പിടിയിലായത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായ ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അനീഷ് മാമ്പിള്ളി പിടിയിലായിരിക്കുന്നു. പിടിയിലായത് കുശാൽ നഗർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ പ്രദേശത്തു നിന്നുമാണ് പിടികൂടിയത്. ബാംഗ്ലൂരുവിൽ ഇയാൾ ഒളിവിൽ കഴിയുകയാണെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം, ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വന്നിരുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെത്തി. ഇതേ തുടർന്നാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കുശാൽ നഗറിൽ നിന്ന് വ്യക്തമായത്. തുടർന്ന് കുശാൽ നഗറിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാളെ ബത്തേരിയിലെത്തി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിന്റെ മീനങ്ങാടി ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. ഇതിനുശേഷം വലിയ രീതിയിലുള്ള വിവാദമായതാണ്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇദ്ദേഹം, അതായത് വാർഡ് പ്രസിഡന്റായ, പെരിക്കല്ലൂരിലെ വാർഡ് പ്രസിഡന്റായ, മുള്ളൻകൊല്ലി വാർഡ് പ്രസിഡന്റായ തങ്കച്ചൻ ജയിൽ മോചിതനാകുന്നത്. ഇതിനുശേഷം ഇത്ര ദിവസമായിട്ടും ആ കേസിന്റെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതായത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ കാർപോർച്ചിൽ മദ്യവും, അതായത് കർണാടകയിൽ നിന്നുള്ള പാക്കറ്റ് മദ്യവും ഒപ്പം തന്നെ തോട്ടകളും കൊണ്ടുവച്ച കേസാണിത്. ആ കേസിൽ ഇദ്ദേഹത്തെ പെടുത്തി 17 ദിവസമാണ് തങ്കച്ചന് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ചെറുതല്ല. അതായത് ഈ നേരത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന ND അപ്പച്ചനെ തടഞ്ഞത് മുതൽ തുടങ്ങിയ സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നതാണ്. ഇതിന് ഗൂഢാലോചന ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായതാണ്. തുടർന്ന് പ്രസാദ് എന്ന ആളെ അറസ്റ്റ് ചെയ്തു. ഇതേ തുടർന്നാണ് തങ്കച്ചൻ ജയിൽ മോചിതനായത്. ഇയാളുടെ മൊഴി അനുസരിച്ചാണ് ഇത് അനീഷ് മാമ്പിള്ളിയുടെ നിർദ്ദേശാനുസരണമാണ് ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വന്നത്. ഇതേ തുടർന്നാണ് 1-ാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അനീഷ് മാമ്പിള്ളിക്കായി പിന്നീട് അന്വേഷണം നടത്തി വരികയായിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം തങ്കച്ചന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. 24-ലൂടെ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയില്ല, സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും പോലും തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇതിനുശേഷമാണ് DCC പ്രസിഡന്റ് ഐസക് അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തുകയും പിന്നീട് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാളെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ, മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ഈ അനീഷ് മാമ്പിള്ളിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നീക്കം ഉണ്ടായത്. എന്തായാലും ഏറ്റവും ഒടുവിൽ, പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ അനീഷ് മാമ്പിള്ളി കസ്റ്റഡിയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ നിർണായകമായ വിവരം. വിജയകുമാർ. യെസ്, വയനാട്ടിലെത്തിച്ച് വളരെ വിശദമായി ചോദ്യം ചെയ്യും. അതിന്റെ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് കിട്ടും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ ടീമും രംഗത്ത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ടീം പ്രവർത്തനം തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടും ടീം കനഗോലു നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം നേടാനായില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വെല്ലുവിളികളെ ഏറ്റെടുത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും VD സതീശൻ. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ടീം കനഗോലുവിന്റെ പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അങ്ങനെ വരാനിരിക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും ലക്ഷ്യം വെച്ചാണ് അല്ലേ? എന്താണ് ആദ്യഘട്ടത്തിൽ, എവിടെ തുടങ്ങും കനഗോലു, ഏതൊക്കെ വഴിക്ക് നീങ്ങും കനഗോലു? വിജയകുമാർ, ഇതിനോടകം തന്നെ കനഗോലുവിന്റെ ഇടപെടൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് പഠിക്കാനായി അവിടെ പ്രത്യേക നിയോഗിച്ച ആളുകളെ, നിരീക്ഷകരെ നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചും അവിടെയുള്ള, അതായത് ഏത് പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്നതാണോ അത് സംബന്ധിച്ചുള്ള പഠിക്കുക, അവിടുത്തെ ജാതി സമവാക്യങ്ങൾ പഠിക്കുക, ഒപ്പം തന്നെ അവിടെയുള്ള ജനവിഭാഗത്തെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് ഡിസംബറോട് തന്നെ അത് റിപ്പോർട്ട് കൈമാറും. ACCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കേരളത്തിലെ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. കാരണം ആസന്നമായി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. 7 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. കേരളത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കോർപ്പറേഷനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷന് പക്ഷേ കോൺഗ്രസ് അവിടെ കക്ഷി നിലയിൽ കൗൺസിലർമാരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും പിടിക്കുക, അഥവാ ഭരണത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരു പ്രധാന പ്രതിപക്ഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറുക എന്നതാണ് അജണ്ട. അതിന്
അതിൻ്റെ ഭാഗമായി തന്നെ സോഷ്യൽ മീഡിയ പോളിസികളടക്കം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് നിലവിൽ മത്സരിച്ച MLA മാർ, ചെറിയ മാർജിനിൽ തോറ്റ MLA മാർ, ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകൾ, ഒരുപാട് റീച്ചുള്ള ആളുകളൊക്കെ തന്നെ പ്രത്യേക പരിശീലനം പാർട്ടി നൽകും. ഇനി സ്വന്തം നിലയ്ക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾ, ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പാർട്ടി ഇടപെട്ടുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ സജ്ജീകരണം നൽകും. അതിൽ പ്രധാനപ്പെട്ടതാണ് ജെൻസി വിഭാഗങ്ങളെ അടയാളപ്പെടുത്തുക. കാരണം സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഉദ്ഘാടന ചിത്രങ്ങൾ മാത്രം ഇട്ടാൽ പോരാ. ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായ റീലുകൾ ഇടണം. ഒപ്പം തന്നെ സാധാരണ ജനവിഭാഗവുമായി ഇടപെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ റീലായി ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ സജീവമാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടന ചിത്രങ്ങളെക്കാൾ കൂടുതൽ എന്താണ് ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ആ വാർഡിൽ പറയാനുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്, നടത്തിയിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കുക. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ടാക്ടിക്സ് ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ടീമിനെ തയ്യാറാക്കിക്കൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് കനകോലു, അത് തന്ത്രങ്ങൾ മെനയുകയാണ്. അതിനിടെയാണ് വി.ഡി. സതീശന്റെ ഒരു ശ്രദ്ധേയമായ പരാമർശം ഉണ്ടാകുന്നത്. ആലപ്പുഴയിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ല, UDF-ന് കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് തുറന്ന വേദിയിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ സാക്ഷിയാക്കിയാണ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞത്. ആ പ്രസംഗത്തിന്റെ ആ ഭാഗം നമുക്ക് കേട്ട ശേഷം ഒരിക്കൽ കൂടിയും മനീഷിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നമ്മൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്താൽ 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. കഴിഞ്ഞ 2-3 വട്ടക്കാലം ഒരു സീറ്റ് പോലും കിട്ടാത്ത ജില്ലകളിൽ തൂത്തുവാരുന്ന അവസ്ഥ ഈ പ്രാവശ്യം ഉണ്ടാകും. വാക്കാണ് 100 സീറ്റിലധികം. ചിലർ വന്ന് വെല്ലുവിളിച്ചു, ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകും. തിളക്കമാർന്ന വിജയം UDF-ന് നേടിക്കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. മനീഷ്, വി.ഡി. സതീശൻ വെറും ജയമല്ല പറയുന്നത്, UDF-ന് തിളക്കമാർന്ന ജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കഷ്ടിച്ച് കടന്നുകൂടിയാൽ പോരാ, ഒരു 100 സീറ്റ് നേടി അധികാരത്തിൽ വരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അങ്ങനെ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. മനീഷ്, വിജയകുമാർ, ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. നിരന്തരമായി അത് ആവർത്തിക്കുന്നുണ്ട്. അതായത് ഭരണത്തിലെത്താൻ കോൺഗ്രസിന് UDF-ന് അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തല ആദ്യ ടേമിൽ പ്രതിപക്ഷ നേതാവായി വന്നു. പക്ഷേ 99 സീറ്റോടുകൂടി തന്നെ LDF അധികാരത്തിൽ വരുന്നു. അതിനുശേഷമാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി രംഗത്തെത്തുന്നത്. ഇപ്പോൾ അത്തരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ തച്ചുടച്ചുകൊണ്ടായിരുന്നു വി.ഡി. സതീശന്റെ രംഗപ്രവേശം. ഒപ്പം തന്നെ വി.ഡി. സതീശൻ നിലവിൽ കോൺഗ്രസിലെ ഒരു ഡിസിഷൻ മേക്കറായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം വി.ഡി. സതീശന്റെ തീരുമാനങ്ങളായിരുന്നു നടപ്പിലായത്. പക്ഷേ അവസാന ഘട്ടത്തിൽ അത് വി.ഡി. സതീശൻ തിരിച്ചടിയായെങ്കിൽ കൂടി UDF-നെ സംബന്ധിച്ച് UDF-ന്റെ നാഥനാണ്, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ നാഥനാണ് വി.ഡി. സതീശൻ. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ താൻ ഉണ്ടാക്കിയ കോൺഗ്രസിലെ ഒരു സാമ്രാജ്യം, താൻ ഉണ്ടാക്കിയ ഗ്രൂപ്പ്, ഇതൊക്കെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ, അതായത് ചെറിയൊരു വിജയത്തോടുകൂടിയില്ല, വലിയ മാർജിനിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അധികാരത്തിൽ എത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്. അതിനുള്ള തന്ത്രങ്ങൾ ഒരു വശത്ത് മെനയുകയും ഇത്തരത്തിലുള്ള പുതിയ ഗൂഢാലോചന, ഇത്തരത്തിലുള്ള പുതിയ തന്ത്രങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാടുകൾ കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. വിജയകുമാർ, യെസ്, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വേദിയിലിരിക്കുകയാണ്. വി.ഡി. സതീശൻ തിളക്കമാർന്ന ജയം ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നു. കോൺഗ്രസ് പുനഃസംഘടനാ പട്ടിക AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കൈമാറി സംസ്ഥാന നേതൃത്വം. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നിവരടങ്ങുന്ന പട്ടികയാണ് കൈമാറിയിരിക്കുന്നത്. നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരിൽ പകുതിയോളം പേരെ ഒഴിവാക്കി വിശദമായ പരിശോധനയ്ക്ക് ശേഷം 3 ദിവസത്തിനകം പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇന്നലെ രാത്രിയോടെയാണ് പുനഃസംഘടനാ പട്ടിക സംസ്ഥാന നേതൃത്വം കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കൈമാറിയത്. 9 വൈസ് പ്രസിഡന്റുമാർ, 48 ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരടങ്ങുന്നതാണ് പട്ടിക. നിലവിലുണ്ടായിരുന്ന 23 KPCC ജനറൽ സെക്രട്ടറിമാരിൽ പകുതിയോളം പേരെ ഒഴിവാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പ്രവർത്തനം വിലയിരുത്തി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഒഴിവാക്കൽ തീരുമാനമെടുത്തത്. സംസ്ഥാന നേതൃത്വം കൈമാറിയ പട്ടികയിൽ നൽകിയിട്ടുള്ള അത്രയും എണ്ണം ഭാരവാഹികളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അന്തിമ പട്ടിക പുറത്തിറങ്ങുമ്പോൾ എണ്ണം കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. കരട് പട്ടികയുമായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ കാണും.
അവിടെയാകും അന്തിമ തീരുമാനം. ഇപ്പോൾ കേരളത്തിലുള്ള സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹിയിലെത്തിയ ശേഷമാകും ചർച്ച നടക്കുക. 2-3 ദിവസത്തിനകം പ്രഖ്യാപനം വരാനാണ് സാധ്യത. DCC അധ്യക്ഷന്മാരുടെയും KPC സെക്രട്ടറിയുടെയും പുനഃസംഘടന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 24 തിരുവനന്തപുരം. തിരുവോണം ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം TH 57 78 25 എന്ന നമ്പറിലുള്ള ടിക്കറ്റിന്. എറണാകുളത്തെ ഏജന്റ് ലതീഷ് നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 25 കോടി. ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ടില്ല. ചടങ്ങിൽ പൂജ ബമ്പർ പ്രകാശനം ചെയ്തു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 25 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ TH 577825. TH 57 78 25 എന്ന നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ ആദ്യം ചിരിവിരിഞ്ഞത് ആറ്റിങ്ങൽ ആസ്ഥാനമായുള്ള ഭഗവതി ഏജൻസി ജീവനക്കാരുടെ മുഖത്ത്. ഭഗവതി ഏജൻസി വഴി കൊച്ചിയിലേക്ക് എത്തിയ ടിക്കറ്റിനാണ് 25 കോടിയുടെ ബമ്പർ. ഈ ടിക്കറ്റ് ഇപ്പോൾ എത്തിയത് വിവരം കിട്ടിയിരിക്കുന്നത് എറണാകുളത്തെ വൈറ്റില ഷോപ്പിൽ ഹോൾസെയിലോട്ടാണ് ഈ ടിക്കറ്റ് പോയിട്ടുള്ളത്. അവിടുന്ന് കസ്റ്റമർ എടുത്ത ടിക്കറ്റിലാണ് ബസ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ എറണാകുളത്തുള്ള വൈറ്റില ബ്രാഞ്ചിൽ നിന്നാണ് വിറ്റ് പോയിട്ടുള്ളത്. അവിടെ ഒരു ചെറിയ ഏജന്റാണ് എടുത്ത് വിറ്റിരിക്കുന്നത് ടിക്കറ്റ്. അത് ആർക്കാണ് അത് കിട്ടിയിരിക്കുന്നത് ഇനി അറിയാൻ കഴിയും. റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ നടന്നത്. 75 ലക്ഷത്തിലധികം ടിക്കറ്റ് അച്ചടിച്ചു വിറ്റു. അച്ചടിക്കപ്പെട്ട ടിക്കറ്റുകൾ ഏറെക്കുറെ വിറ്റു തീർന്നു. റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത്. ഓരോ വർഷവും ഇത് വർദ്ധിച്ചു വരുവാണ്. പ്രത്യേകിച്ച് ഓണം ബമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മലയാളികളെല്ലാം ഓണം ബമ്പർ എടുക്കുന്നുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് യാത്ര പോകുന്നവർ അല്ലെങ്കിലൊക്കെ അവിടുന്ന് തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ എടുക്കും. ഓണം ബമ്പർ ഓണാഘോഷം പോലെയാണ്. 20 പേർക്ക് ഓരോ കോടി രൂപ വീതം രണ്ടാം സമ്മാനം ലഭിക്കും. മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും ലഭിക്കും. 12 കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ഇന്നത്തെ ചടങ്ങിൽ നടന്നു. 24 തിരുവനന്തപുരം. ഓണം ബമ്പർ ഒന്നാം സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റ് വിറ്റത് വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയാണ്. നെട്ടൂർ സ്വദേശി MT ലതീഷാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. നെട്ടൂരുകാർക്ക് തന്നെ ഈ സമ്മാനം ലഭിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്ന് ലതീഷ് 24നോട് പറഞ്ഞു. ഭാഗ്യശാലിയെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. 3 മാസം മുൻപ് 1 കോടി രൂപയുടെ ഭാഗ്യം തേടിയെത്തിയ ലതീഷിന്റെ ഭാഗ്യത്തട്ടിൽ ഇത്തവണ വന്നത് 25 കോടിയുടെ ബമ്പർ. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാത്ത നിമിഷം. സന്തോഷം നിറഞ്ഞ ആദ്യ പ്രതികരണം 24നോട്. 800 ടിക്കറ്റോളം ഞാൻ ഭഗവതിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് ഇവിടെ ടിക്കറ്റ് കംപ്ലീറ്റ് തീർന്ന് ആരാണ് എടുത്തേക്കണെന്ന് ഒരു പിടിപാടുമില്ല. ഞാൻ തന്നെ വണ്ടടിച്ചിരിക്കണേ, അടിച്ചേക്കണ നമ്പർ പോലും എനിക്കറിയില്ല. ലക്കി സ്റ്റാറായ ലതീഷിന്റെ നേട്ടം നെട്ടൂർ ഒന്നാകെ ഏറ്റെടുത്തു. നല്ലൊരു ഭാഗ്യവാനാണ് അയാള്. കാരണം ഒരു 3 മാസം മുമ്പാണ് 1 കോടി അടിച്ചത്. അവർ നിഷ്കളങ്ക മനസ്സാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ എത്രയോ ആളുകൾ ഇങ്ങനെ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ നാടിന് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. രാവിലെ മുതൽ രതീഷിന് ഭയങ്കര ആത്മവിശ്വാസം വരുന്നു. ജബാർക്ക എന്തായാലും നമുക്ക് അടിക്കും. ലഡു വേണ്ട, നമുക്ക് 500 പപ്സ് വേണം, ചെണ്ടക്കാരെ ഏൽപ്പിക്കണം. അപ്പൊ ഞാൻ കളിയാക്കി ചോദിച്ചു, നീ ഡ്രസ്സ് പുതിയാണ് ഇട്ടേക്കണം, നീ അതറിഞ്ഞോണ്ടാണ്. ഞാൻ ഇന്ന് ഡ്രസ്സ് പുതിയ ഇട്ടേക്കണം എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് 1:10 വിവരം പറഞ്ഞു. 30 വർഷം മുമ്പാണ് ലതീഷ് നെട്ടൂരെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 1 വർഷം മുൻപ് ലോട്ടറി വിൽപ്പന ആരംഭിച്ചു. ബമ്പർ ലോട്ടറിയുടെ 2.5 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ ലഭിക്കുമ്പോൾ ഒരുപാട് കടങ്ങൾ വീട്ടാനുണ്ട്. 19 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. കാരണം മോൻ UK-ലാണ് പഠിക്കണ. അവന്റെ ലോൺ അടക്കണം. പിന്നെ ഒരു 10-30 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. ഈ കടം കൊണ്ട് മൂത്തിട്ടാണ് ഞാൻ ഈ ലോട്ടറി കച്ചവടം തുടങ്ങിയത്. വൈറ്റ്ലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്നാണ് ലതീഷ് ടിക്കറ്റ് വാങ്ങിയത്. ബമ്പർ അടിച്ചതോടെ ലതീഷിന്റെ കടയിൽ തിരക്കും കൂടി. ലതീഷിന്റെ ഈ ഭാഗ്യത്തട്ടിൽ നിന്ന് ആ ഭാഗ്യ ടിക്കറ്റ് എടുത്ത ഭാഗ്യശാലി ആരാണ് എന്നുള്ള കാത്തിരിപ്പിലാണ് കേരളം ഇന്ന്. എന്നാലും ആരായിരിക്കും ആ കോടീശ്വരൻ? കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പരാതിയിൽ ഉറച്ച് കൈമുറിച്ചു മാറ്റിയ പെൺകുട്ടിയുടെ കുടുംബം. ഡോക്ടേഴ്സിന് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കുട്ടിയുടെ തുടർ ചികിത്സ ഉറപ്പാക്കണമെന്ന് നെന്മാറ MLA K ബാബുവും ഷാഫി പറമ്പിൽ MPയും ആവശ്യപ്പെട്ടു. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന 2 അംഗ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്. ഡോക്ടേഴ്സിനുണ്ടായ തെറ്റ് മറച്ചുവെക്കാനാണ് ഇത്തരമൊരു റിപ്പോർട്ടെന്നും കുടുംബം. പാലക്കാട് OP പോണത് OP പിന്നെ അവിടെയും പോയി എടുക്കാനൊന്നും പറ്റില്ല. പാലക്കാട് തന്നെയല്ലേ OP എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ അക്ഷയ് സെന്ററിൽ പോയി OP എടുക്കാൻ പറ്റില്ലല്ലോ.
ചികിത്സ പിഴവ് ഉണ്ടായിട്ടുണ്ട്. അവരെന്തോ ചെയ്യണം പറ്റി ചെയ്യട്ടെ. പക്ഷെ ഞങ്ങൾ ഇതിൽ എന്തായാലും ഉറച്ചു നിൽക്കും. കാരണം എൻ്റെ മോളുടെ കയ്യാ പോയിരിക്കുന്നത്. നാളെ ഇതുപോലെ എന്തെങ്കിലും പോയാൽ കിഡ്നി പോകില്ലെന്ന് എന്താ ഉറപ്പ് തരും ഇവര്? ഡോക്ടേഴ്സ് കൈവിരലുകൾ അനക്കി നോക്കിയിട്ടില്ല. കുട്ടിയുടെ മുറിവിൽ മരുന്ന് വെക്കാതെ പ്ലാസ്റ്റർ ഇട്ടെന്നും കുടുംബം പറയുന്നു. അതേസമയം വീഴ്ച ഉണ്ടായെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യ ഡയറക്ടർ നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കത്ത് നൽകി. കുറ്റക്കാർക്കെതിരെ നടപടിയും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് സഹായവും വേണമെന്ന് നെന്മാറ MLA കെ ബാബു ആവശ്യപ്പെട്ടു. കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഷാഫി പറമ്പിൽ MPയും ആവശ്യപ്പെട്ടു. പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരിയുടെ വലതു കൈയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മുറിച്ചു മാറ്റിയത്. 24 കോഴിക്കോട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വിരലുകൾ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്ത അന്വേഷണ സംഘം. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നുമാണ് അന്വേഷണ റിപ്പോർട്ട്. കുത്തിയതോട് സ്വദേശി സീനത്തിനാണ് കാൽ വിരലുകൾ നഷ്ടമായത്. ജൂനിയർ ഡോക്ടേഴ്സിനെതിരെ നടപടിയുണ്ടായേക്കും. കഴിഞ്ഞ ദിവസമാണ് കുത്തിയത്തോട് സീനത്തിന്റെ കാലിലെ 2 വിരലുകൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മുറിച്ചു മാറ്റിയത്. എന്നാൽ ഈ വിവരം ബന്ധുക്കളെയോ സീനത്തിനെയോ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. തുടർന്ന് ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് 4 വിദഗ്ധ സമിതിയെ വിഷയം പരിശോധിക്കാൻ നിയമിച്ചു. ഈ സമിതിയുടെ കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചികിത്സാ പിഴവുണ്ടായിട്ടില്ല. എന്നാൽ പ്രമേഹ രോഗിയുടെ കാൽവിരലുകൾ മുറിച്ചപ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നു. വിരലുകൾ മുറിക്കുന്ന വിവരം മുൻകൂട്ടി ബന്ധുക്കളെയും രോഗിയെയും അറിയിക്കണമായിരുന്നു. വീഴ്ച വരുത്തിയ ജൂനിയർ ഡോക്ടേഴ്സിനെതിരെ നടപടിയെടുക്കാനും ശുപാർശയുണ്ട്. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സ്മാർട്ട് ഫോൺ പിടിച്ചെടുത്തു. 5-ാം ബ്ലോക്കിന്റെ പിൻഭാഗത്തു നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത് ആവർത്തിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ഫോൺ, ഒരു സ്മാർട്ട് ഫോണാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ ആയിരുന്നു. ഇപ്പോഴത് മാറി ജയിലിലും സ്മാർട്ട് ഫോണൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വലിയ നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ജയിലിലെ സുരക്ഷ പ്രത്യേകം ചർച്ച ഒക്കെ ആയതാണ്. എന്താണ് വിവരങ്ങൾ അരുൺ? വിജയകുമാർ, ഇന്ന് ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്മാർട്ട് ഫോൺ കണ്ടെത്തിയത്. 5-ാം ബ്ലോക്കിന്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ഫോൺ ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് ജയിലിനകത്തു നിന്ന് തന്നെ ഒരു വിവരം ഈ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു പരിശോധന ഉണ്ടായത്. ഈ സ്മാർട്ട് ഫോണിനൊപ്പം ഇത് ചാർജ് ചെയ്യുന്ന ചാർജറും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിജയകുമാർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിടികൂടുന്ന മൊബൈൽ ഫോണുകൾ പഴയ മോഡൽ ചെറിയ ഫോൺ ആയിരുന്നു പിടികൂടാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഇന്ന് പിടികൂടിയിട്ടുള്ളത് പുതിയ മോഡൽ, റെഡ്മിയുടെ പുതിയ മോഡൽ സ്മാർട്ട് ഫോണാണ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരം സ്മാർട്ട് ഫോണുകളും ചാർജറും മറ്റു സാധനങ്ങളൊക്കെ ഇപ്പോഴും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ തന്നെ എത്തിച്ച സാധനം ഒളിപ്പിച്ച നിലയിലും ഈ ഉപയോഗം ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഫോണുകൾ പിടികൂടുന്ന ഘട്ടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൽ ഒരു പുരോഗതിയും ഉണ്ടാവാറില്ല. നേരത്തെ ഈ ജയിലിന് പുറത്തു നിന്നും അതിന് മുകളിലൂടെ മൊബൈൽ ഫോണുകളും മറ്റ് ലഹരി വസ്തുക്കളൊക്കെ എറിഞ്ഞുകൊടുക്കുന്ന അത്തരം സംഘങ്ങളിൽപ്പെട്ട ആൾക്കാരെ പിടികൂടിയിരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഇത്തരത്തിൽ എറിഞ്ഞു കൊടുക്കുന്നതിന് പ്രത്യേക സംഘം തന്നെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് തടയുന്നതിന് വേണ്ടി പ്രത്യേക നിരീക്ഷണവും സുരക്ഷ ശക്തമാക്കും എന്നൊക്കെയായിരുന്നു പോലീസും അതോടൊപ്പം തന്നെ ജയിൽ അധികൃതരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗം കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തുണ്ട് എന്നത് തെളിയിക്കുന്നു. ശരി അരുൺ, അത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്. തന്നെയുമല്ല, ഈ പുറത്തുനിന്ന് ഈ മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും ഒക്കെ എറിഞ്ഞു കൊടുക്കുന്ന സംഘമുണ്ട്. അതിലെ ആളുകളെ പിടികൂടിയതുണ്ട്. പക്ഷെ ഇപ്പോഴും ആ സംഘം അതേ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതാ ഈ പുതിയ വിവരങ്ങളും വ്യക്തമാക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്ത് ദേവസ്വം വിജിലൻസ് 4 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് പറഞ്ഞു. വൈകിട്ട് 3:30 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസ് അന്വേഷണ സംഘത്തിന് മുൻപിലെത്തിയത്. SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകിയെന്നും എപ്പോൾ വിളിച്ചാലും സഹകരിക്കാൻ തയ്യാറാണെന്നും മൊഴിയെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരോട്
പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് സർക്കാർ ആലോചന. ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടാൻ ദേവസ്വം ബോർഡും തീരുമാനിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയിരുന്നതായി നിർണായക മൊഴിയും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിൽ 1999 സ്വർണം പൊതിഞ്ഞെന്ന് വ്യക്തമാക്കുന്ന ദേവസ്വം രജിസ്റ്ററും മഹർസറും ഹൈക്കോടതിയിൽ എത്തിയതിന്റെ രേഖകളും പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിഗൂഢതയേറുന്നു. വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ 5 കിലോ സ്വർണം എവിടെ എന്നതിൽ ദേവസ്വം ബോർഡിന് ഉത്തരമില്ല. നിലവിൽ 5,61 ലക്ഷം രൂപ വില വരുന്നതാണ് ഈ സ്വർണ്ണപ്പാളികൾ. 2019 അറ്റകുറ്റപ്പണിക്കായി കൈമാറിയത് ചെമ്പുപാളി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദത്തോടെ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലായി. 1999 വിജയ് മല്യ ശബരിമല ക്ഷേത്രം സ്വർണം പൂശാൻ കൈമാറിയത് 30.3 കിലോ സ്വർണവും 1900 കിലോ ചെമ്പും. ദ്വാരപാലകർക്കായി 5 കിലോ സ്വർണം വേണ്ടിവന്നെന്ന് വെളിപ്പെടുത്തിയത് അന്ന് മേൽനോട്ടത്തിന് വിജയ് മല്യ നിയോഗിച്ച സെന്തിൽ നാഥൻ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 24 ക്യാരറ്റ് സ്വർണമാണ് ഉപയോഗിച്ചതെന്നും സെന്തിൽ നാഥൻ. ചെന്നൈ മൈലാപ്പൂരിലെ JNR ജ്വല്ലറി ഉടമ നാഗരാജിന്റെ നേതൃത്വത്തിൽ 53 ശില്പികളാണ് സ്വർണം പൊതിഞ്ഞത്. തിളക്കം മങ്ങിയെന്ന് പറഞ്ഞ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളിയെന്ന് ദേവസ്വം മഹസർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദവും ഇതാണ്. ഈ തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നതാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ബൈ ഹാൻഡ് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു. പിന്നെ ബൈലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്കും അറിയില്ലായിരുന്നു. അതിൻ്റെ വീഴ്ച, അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ. പിന്നെ മെയിൻ്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിൻ്റനൻസിൻ്റെ വർക്കിൻ്റെ കാലതാമസം വന്നു. ഒരിക്കൽ സ്വർണം പൂശിയതിൽ പിന്നീട് പണി നടത്തില്ലെന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശാൻ എത്തിച്ചത് ചെമ്പുപാളിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസും അവകാശപ്പെടുന്നു. എങ്കിൽ അന്നത്തെ ആ സ്വർണം എവിടെ? 5.5 കോടിയുടെ സ്വർണം ആരടിച്ചു മാറ്റി? വരട്ടെ സമഗ്ര അന്വേഷണം. ന്യൂസ് ഡെസ്ക് 24. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തും. എന്നാൽ 2019 കാര്യങ്ങൾ തന്നോട് ചോദിക്കേണ്ട എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നിലപാട്. അത് 2019 കാര്യമാണ്, ആവശ്യമില്ലാത്ത കാര്യം പറയില്ല. 19 ഞാനാണോ ദേവസ്വം പ്രസിഡന്റ്? 2019 വിഷയമൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഞാനിപ്പോ എന്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2019 കാര്യമൊക്കെ ഞാൻ പറയാൻ ആളല്ല, അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിരിക്കുന്ന കാര്യങ്ങളല്ലേ. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം 2019 പറഞ്ഞ് കൈയൊഴിയുകയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്ത്. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് വിജയ് മല്യ കരാർ ഏൽപ്പിച്ച കമ്പനി ഉടമയുടെ മകൻ ജഗന്നാഥ്. We did the copper work as well as gold laying work. Ours was labor contract and we did so. What was laid was pure gold, pure 24 karat gold that was. അതേസമയം ഭക്തി കൊണ്ടാണ് തങ്കക്കവാടം വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതെന്ന് ജയറാം 24 പറഞ്ഞു. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ അയ്യപ്പൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു, എന്തായാലും അതിലേക്കൊന്ന് തൊഴുത് ഒരു കർപ്പൂരം കാണിക്കാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ അത് പിൽക്കാലത്ത് 4-5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് നീങ്ങും, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ലല്ലോ സാർ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ശരണം വിളിച്ച് തേങ്ങയുടച്ചാണ് പ്രതിഷേധം. ജയറാമിനെതിരെയും പ്രതിഷേധമുയർന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആറന്മുളയിൽ വിശ്വഹിന്ദു പരിഷത്ത് നാമജപ ഘോഷയാത്രയും പ്രതിഷേധ ധർണയും നടത്തി. VHPയും ശബരിമല കർമ്മസമിതിയും സന്നിധാനം SHOയ്ക്ക് പരാതി നൽകി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച BJP മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ന്യൂസ് ഡെസ്ക് 24. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് കേരളത്തിന്റെ ആദരം. മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിച്ചു. നടപ്പിലും ഇരിപ്പിലും നൊട്ടത്തിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധിക താരങ്ങളില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും കേരളത്തിനാകെ ലഭിച്ചതാണ് എന്ന് മോഹൻലാലിന്റെ മറുപടി. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000ങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിന്റെ ആദരം. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ പൊന്നാട അണിയിച്ചു, ഉപഹാരം സമ്മാനിച്ചു. കവി പ്രഭാവർമ്മ എഴുതിയ കാവ്യപത്രം മുഖ്യമന്ത്രി മോഹൻലാലിന് സമർപ്പിച്ചു. ലോകം 100 യുഗങ്ങളായി ഒരു കനൽ കൊത്തിങ്ങു പ്രാർത്ഥിക്കയാലാകും ചാരുമനോജ്ഞദീപ്തിയുളവാം. വിഖ്യാത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ താമരക്കുളത്തിന്റെ ലോകമെന്ന ചിത്രം മുഖ്യമന്ത്രി മോഹൻലാലിന് സമ്മാനിച്ചു. ജന്മനാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ വൈകാരിക ഭാരങ്ങളെ മറച്ചുപിടിക്കാൻ കാലങ്ങളായി താൻ ആർജിച്ച അഭിനയശേഷിക്ക് കഴിയുന്നില്ലെന്ന് മോഹൻലാൽ. ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചുപിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. അഭിനയ ജീവിതത്തിലുടനീളം മോഹൻലാലിന് പിന്തുണയും സ്നേഹവും അവസരവും നൽകിയ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം പരിപാടിയുടെ മാറ്റുകൂട്ടി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം അരങ്ങേറി. കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനാശാൻ തിരനോട്ടം അവതരിപ്പിച്ചു. 24 തിരുവനന്തപുരം. ഇസ്രയേലുമായുള്ള സമാധാന കരാർ ഉടൻ പ്രാബല്യത്തിൽ വരണമെന്ന ശാസനയുമായി വീണ്ടും ട്രംപ്. സമാധാന കരാറിന് മധ്യസ്ഥത വഹിക്കാനുള്ള തന്റെ ശ്രമത്തിലെ കാലതാമസം അനുവദിക്കില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനത്തിനിടെ ഗസയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ ട്രംപ് അന്ത്യശാസനം നൽകുന്നത് ഇസ്രായേലിനാണോ അതോ ഹമാസിനാണോ? അവിടെ ഹമാസ് ഭാഗികമായി ആ കരാർ അംഗീകരിച്ചതാണ്. ഒരു വെടിനിർത്തലിന് മുതിരാതെ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ഇസ്രായേലാണ്. അപ്പോൾ ട്രംപ് ആരോടാണ് അരുത് എന്ന് പറയുന്നത്? ഹമാസിനോടാണോ ഇസ്രായേലിനോടാണോ? വിജയകുമാർ, അത് ഹമാസിനോട് തന്നെയാണ്. 2 ദിവസത്തിനിടയിലെ രണ്ടാമത്തെ അന്ത്യശാസനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ അന്ത്യശാസനം നൽകുന്നത് ട്രംപ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഏതാണ്ട് 20 ദിന പദ്ധതിയാണ്, അല്ലെങ്കിൽ ആ പ്രമേയമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ട് ട്രംപും നെതന്യാഹുവും മുന്നോട്ട് വെച്ചിട്ടുള്ള ഹമാസിന് മുമ്പിൽ. ഹമാസ് അത് ഇന്നലെ ഭാഗികമായി അംഗീകരിക്കുകയും ചെയ്തു. ഏതാണ്ട് 20 പോയിന്റുകളുള്ളതിൽ ഏതാണ്ട് 4ഓളം പോയിന്റുകൾ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഹമാസ് വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിലും ഇസ്രായേൽ ഗസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ്. ഇന്നലെ ട്രംപ് ഹമാസ് ഇനി തീർച്ചയായും ഈ കരാറുമായി മുന്നോട്ട് പോകാമെന്ന് ഹമാസ് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞിരുന്നത് ഇനി അവിടെ ബോംബിംഗ് പാടില്ല, ഇനി ആക്രമണം പാടില്ല എന്നാണ്. പക്ഷേ ഇസ്രായേൽ ഇന്ന് പകൽ മുഴുവൻ പൂർണ്ണമായും വലിയ രൂപത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. 66 പേർ അവിടെ ഇന്നും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപ് വീണ്ടും ഇസ്രായേലിനോട് പറയുന്നത്. ട്രംപ് സ്വയം പറയുന്നത്, ഞാൻ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇനി വെടിനിർത്തൽ നടപ്പാക്കണം, അതുകൊണ്ട് അവിടെ ഇനി ബോംബാക്രമണം ഉണ്ടാകരുത് എന്ന് ഇസ്രായേലിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ പാലിക്കാൻ തയ്യാറാണ്. പക്ഷേ ഹമാസിൻ്റെ ഈ 20 പോയിന്റുകളിൽ 4 പോയിന്റുകൾ മാത്രമാണ് ഹമാസ് ഇപ്പോഴും അംഗീകരിച്ചിട്ടുള്ളത്. നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഹമാസ് ഇപ്പോഴും ഒരു വ്യക്തമായ അഭിപ്രായമോ നിലപാടോ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ നിരായുധീകരണവും അത് മാത്രമല്ല ഗസയിലെ അധികാരം പങ്കിടുന്ന കാര്യത്തിൽ ഹമാസിന് യാതൊരു റോളും പാടില്ല എന്നുകൂടിയാണ് ട്രംപിൻ്റെ നിർദ്ദേശമുള്ളത്. അക്കാര്യത്തിലും ഹമാസിന് വിയോജിപ്പുണ്ട്. ഇങ്ങനെ ഹമാസിന് വിയോജിപ്പുള്ള കാര്യങ്ങൾ കൂടി മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും ഈ 20 ദിന കരാർ അംഗീകരിക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിലെ രണ്ടാമത്തെ അന്ത്യശാസനത്തിൽ പറയുന്നത്. ആ അന്ത്യശാസന പ്രകാരം അടിയന്തരമായി ഹമാസ് ഈ കരാർ പൂർണ്ണമായി അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ആ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അതിരൂക്ഷമായ ആക്രമണം, ഇന്നലെ പറഞ്ഞത് ലോകം ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ആക്രമണം ഹമാസ് നേരിടേണ്ടി വരുമെന്നാണ്. അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാൻ ഇസ്രായേൽ തയ്യാറാണ്, അത് സമാധാനത്തിൻ്റെ പാതയാണത്. അങ്ങനെ ഇസ്രായേൽ തയ്യാറാണ് എങ്കിൽ ഹമാസിനും അത് ബാധകമാണ്. ഹമാസ് പൂർണ്ണമായും ഈ കരാർ പൂർണ്ണമായും അംഗീകരിക്കേണ്ടതുണ്ട്. അതിൽ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല എല്ലാ പോയിന്റുകളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്.
ഇതൊക്കെ പറയുമ്പോഴും ട്രംപ് ഇതെല്ലാം പറയുമ്പോഴും ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോഴും ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് വിജയകുമാർ. യെസ്, നാളെ വൈകിട്ട്, അതായത് ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെയാണ് ഇപ്പോൾ ഹമാസിന് സമയം നൽകിയിരിക്കുന്നത്. ഔദ്യോഗികമായി ഹമാസ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ടത് നാളെ വൈകിട്ട് 6 മണിക്ക് മുമ്പാണ്. അത് കഴിഞ്ഞ് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ ആക്രമണമെന്ന് ഇസ്രായേൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ തടയില്ലെന്ന് അമേരിക്കയും പറയുന്നു. അപ്പോൾ അതിനിടയിലും ഇന്ന് പകൽ മുഴുവൻ ഗസയിൽ അതിശക്തമായി ഇസ്രായേലിൻ്റെ ബോംബാക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഒട്ടും സ്ഥിതിഗതികളിൽ മാറ്റമില്ല എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്ക്. പലസ്തീൻ ഐക്യദാർഢ്യം പ്രമേയമാക്കി മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ കാസർഗോഡ് കുമ്പളയിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചതിൽ കർശന നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളമെന്നും ഇതേ വേദിയിൽ മൈം അവതരിപ്പിക്കാൻ അനുവാദം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നിർത്തിവെച്ചതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയാണ് സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ പ്രമേയമാക്കിയത്. മൈം തുടങ്ങി 2.5 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്ക് അധ്യാപകൻ സ്റ്റേജിലെത്തി കർട്ടൻ താഴ്ത്തുകയായിരുന്നു. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് തേടി. പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഏതെങ്കിലും കലാരൂപം തടയുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രി. ഇക്കാര്യം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം. പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ PTA സ്കൂളിൽ യോഗം ചേർന്നു. മഞ്ചേശ്വരം MLA AK അഷ്റഫ് അധ്യാപകരുമായും PTA ഭാരവാഹികളുമായും ചർച്ച നടത്തി. അധ്യാപകർക്ക് തെറ്റുപറ്റിയെന്ന് MLA. അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് MSF SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മുടങ്ങിയ കലോത്സവം തിങ്കളാഴ്ച നടത്താനാണ് തീരുമാനം. 24 കാസർഗോഡ്. അതേസമയം കാസർഗോഡ് കുമ്പളയിൽ വിദ്യാർത്ഥികളുടെ ഗസ അനുകൂല മൈമിനിടെ കർട്ടൻ താഴ്ത്തിയ അധ്യാപകർ സംഘപരിവാർ അനുകൂല സംഘടനയിലെ അംഗങ്ങൾ. അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവരാണ് കർട്ടൻ താഴ്ത്തിയത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് ഷഹദ്, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ? വിജയകുമാർ, ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നാളെ തന്നെ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. കാരണം തിങ്കളാഴ്ച വീണ്ടും കലോത്സവം നടത്താനാണ് ഇപ്പോൾ സ്കൂൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം നടന്ന ഘട്ടത്തിൽ ഈ കർട്ടൻ താഴ്ത്തിയ അധ്യാപകർ ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു കാര്യം ആരും തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അധ്യാപകരായിട്ടുള്ള പ്രദീപ് കുമാർ, അതുപോലെ തന്നെ സുപ്രീത് എന്നിവരാണ് ഈ കർട്ടൻ താഴ്ത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ ഈ സംഘപരിവാർ അനുകൂല ട്രേഡ് സംഘടന അംഗങ്ങളാണ്. ദേശീയ അധ്യാപക പരിഷത്ത്, അതായത് NDUവിന്റെ അംഗങ്ങളാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അധ്യാപകർക്കെതിരെ നടപടി വേണം എന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ യുവജന സംഘടനകളും ഒക്കെ തന്നെയുള്ളത്. മാത്രവുമല്ല ഈ അധ്യാപകരെ കാണണമെന്ന് ഇന്ന് പല ഘട്ടങ്ങളിൽ ഈ പ്രതിഷേധക്കാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ പേര് പറയാനോ അവരെ കാണിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ടോൾ പ്ലാസകൾ കറൻസി രഹിതമാക്കാൻ കേന്ദ്ര സർക്കാർ. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പുതിയ നിയമം വരും. UPI വഴി പണമടച്ചാൽ അധികമായി കൊടുക്കേണ്ടത് നിരക്കിന്റെ 4/1 മാത്രം. പണമായി ടോൾ നൽകിയാൽ ഇരട്ടി തുക ഈടാക്കും. ഭേദഗതി നവംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണിതല്ലേ?
തീർച്ചയായിട്ടും വിജയകുമാർ, ഒപ്പം തന്നെ യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു നീക്കം എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം ഈ ഫാസ്ട്രാഗ് ഇതര വാഹനങ്ങൾ ഇതുവരെ നൽകേണ്ടി വരുന്നത് ഒരു ഇരട്ടി തുകയായിരുന്നു. അതായത് അടയ്ക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ 100 രൂപയാണെങ്കിൽ അത് 200 രൂപ എന്ന നിരക്കിലായിരുന്നു നൽകേണ്ടി വന്നിരുന്നത്. പക്ഷേ ഓൺലൈൻ പേയ്മെന്റിലൂടെ 125 രൂപ നൽകിയാൽ മതിയാകും. അതായത് അധികമായി കൊടുക്കേണ്ട നിരക്കിന്റെ 4/1 മാത്രം ഈ ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ അടച്ചാൽ മതിയാകും. എന്നാൽ അല്ലാതെ പണമായി ടോൾ നൽകുന്നവർ ഇരട്ടി തുക നൽകേണ്ടി വരും എന്നതാണ് ഈ പുതിയ ഭേദഗതിയിലൂടെ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. നവംബർ 15 മുതലായിരിക്കും ഈ ഭേദഗതി പ്രാബല്യത്തിൽ വരിക. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ അറിയിക്കുന്നത് ഈ ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കുക, ഒപ്പം തന്നെ ടോൾ പിരിവ് കൂടുതൽ സുതാര്യമാക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ഒരു നിർണായക ഭേദഗതി വരുത്തിയിരിക്കുന്നത്. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒന്നുകൂടിയാണ് വിജയകുമാർ. യെസ്, പണമായി ടോൾ നൽകിയാൽ ഇരട്ടിത്തുക ഈടാക്കും. ഡിജിറ്റൽ പേയ്മെന്റ് ആണെങ്കിൽ വലിയ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. നവംബർ 15 മുതൽ ഈ ഭേദഗതി പ്രാബല്യത്തിൽ വരും. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 ആദ്യ ഹോം മാച്ചിന് ടിക്കറ്റ് നിരക്കിൽ വമ്പൻ ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരം കൊമ്പൻസ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ കണ്ണൂരുമായി നടക്കുന്ന ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് നിരക്കിലാണ് തിരുവനന്തപുരം കൊമ്പൻസ് വമ്പൻ ഇളവ് പ്രഖ്യാപിച്ചത്. 300 രൂപയുടെ ടിക്കറ്റ് 99 രൂപയ്ക്കാണ് തലസ്ഥാനത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് ലഭിക്കുക. സൂപ്പർ ലീഗ് കേരളയുടെ 1ാം സീസണിൽ ഏറ്റവും അധികം ആരാധകർ എത്തിയത് കൊമ്പന്മാരുടെ കളി കാണാനാണ്. ആദ്യ സീസണിൽ ഒപ്പം നിന്ന് ആരാധകർക്കുള്ള ബമ്പർ സമ്മാനമാണ് ഈ ഇളവെന്ന് ടീം മാനേജ്മെന്റ് അറിയിച്ചു. മൈ കേരള ടൂറിസം അസോസിയേഷൻ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി അവാർഡ് വാഗമൺ ഓറഞ്ച് വാലി റിസോർട്ടിന്. ഓറഞ്ച് വാലി MD ബിജു തോമസും ഡയറക്ടർ വിവേകും ചേർന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. കൊച്ചി ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന മൈ കേരള ടൂറിസം അസോസിയേഷൻ ഓണവിരുന്നിലായിരുന്നു അവാർഡ് വിതരണം. തുടർച്ചയായ 2 തവണയും ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി അവാർഡ് ലഭിച്ചതിൽ സന്തോഷമെന്ന് ഓറഞ്ച് വാലി MD ബിജു തോമസ് പറഞ്ഞു. ഈ ഓറഞ്ച് വാലി എന്നുള്ള ഞങ്ങളുടെ ഈ പ്രസ്ഥാനം 30 ഏക്കറിനകത്ത് വ്യാപിച്ച് കിടക്കുന്ന ഇടമാണ്. ഞങ്ങൾ 5 വർഷമായതേ ഉള്ളൂ ഇത് ആരംഭിച്ചിട്ട്. 5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും വലിയ 2 അവാർഡുകൾ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും വാഗമണിൽ ഏറ്റവും ഹൈറ്റിലാണ് ഈ പ്രസ്ഥാനം നിൽക്കുന്നത്, ഈ റിസോർട്ട് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഇത്രയും ഞങ്ങൾക്ക് ഈ വോട്ടുകൾ കിട്ടാൻ കാരണം. ഗൾഫാർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് ചെയർമാനും ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായ ഷെയ്ഖ് സലീം ബിൻ സയ്യിദ് ബിൻ ഹമദ് അൽ ഫന അൽ അറൈമി അന്തരിച്ചു. ഒമാനിൽ ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കായിരുന്നു അദ്ദേഹം വഹിച്ചത്. ഒമാനിലെ പ്രമുഖ വ്യവസായിയായ ഷെയ്ഖ് സലീം ബിൻ സയ്യിദ് ബിൻ ഹമദ് അൽ ഫന അൽ അറൈമി 1972 ഗൾഫാർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി സ്ഥാപിക്കുന്നത്. അറൈമിയുടെ ദീർഘവീക്ഷണവും നേതൃത്വവും ഒമാനിലെ ഏറ്റവും വലിയ കോൺട്രാക്ടറും പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായി ഗൾഫാറിനെ മാറ്റുകയായിരുന്നു. ഗൾഫാറിന്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുമ്പോൾ തന്നെ ബാങ്ക് സൊഹാറിന്റെയും സലീം ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സിന്റെയും ചെയർമാനുമായിരുന്നു അൽ അറൈമി. കൂടാതെ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ബോർഡിലും അൽ അറൈമി സേവനമനുഷ്ഠിച്ചു. ഒമാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാമ്പത്തിക വികസനത്തിനും അൽ അറൈമി നൽകിയ സംഭാവനകൾ വലുതാണ്. 2007 ഗ്ലാസ്ഗോ കാലിഡോണിയൻ സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി അൽ അറൈമിയെ ആദരിച്ചു. കായികരംഗത്ത് അതീവ തൽപരനായിരുന്ന അൽ അറൈമി ഒമാനിൽ ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത്. ഒമാൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന അൽ അറൈമി അരൂബ ക്ലബ്ബുമായും ചേർന്ന് പ്രവർത്തിച്ചു. സമൂഹനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച കർമ്മനിരതനായ ഒരു മനുഷ്യസ്നേഹിയെയാണ് അൽ അറൈമിയുടെ നിര്യാണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.